ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ സോളമൻ അടാട്ട്. ഞാനിന്നിവിടെ ഞാൻ നിൽക്കുന്നത് അയിനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ വീഡിയോയിൽ, എൻ്റെ ഷൂട്ടിൽ, എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ വീഡിയോയുടെയുള്ള കാരണം എൻ്റെ ഒരു പ്ലേ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടല്ല. അതായത് എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇന്നലെ മരണപ്പെട്ടു. കറുത്ത ഷർട്ട് നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും അത് കാരണം എടുത്തതാണോ എന്ന് ചോദിച്ചാൽ അത് യാദൃച്ഛികമാണ്. കാരണം കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ പറയണത്. മദ്യപാനം, ആൽക്കഹോൾ ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന ഒരു ലേബൽ എല്ലാ മദ്യക്കുപ്പിയിലും കാണും. ഞാൻ മാക്ഡോണൽഡ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടി എന്ന നിലയിൽ പറയുകയാണ്. ആ കമ്പനിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി മരിച്ചു. അയാൾ വളരെ നിഷ്കളങ്കനായിരുന്നു, പാവമായിരുന്നു. ഫാമിലി വിഷയമോ മറ്റുള്ളത് എന്തെങ്കിലും ആവട്ടെ, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കണില്ല. ഞാൻ പലപ്പോഴും വളരെ കോമഡി പോലെയാണ് സംസാരിക്കാറ്. അതെനിക്കിഷ്ടമാണ്. പലപ്പോഴും ആളുകൾ പറയുമ്പോൾ താൻ കോമഡി വിട്ട് ഒരു സീരിയസ് ആവണം എന്ന ഒരു കാര്യം എന്നോട് പറയാറുണ്ട്. അപ്പം അയാൾ ആലോചിക്കുമ്പോൾ തന്നെ കണ്ണീന്ന് വെള്ളം വരുന്നു. പലവട്ടം നമ്മൾ പോയി, ഞാനും കൂടി പോയിട്ട് പറഞ്ഞിട്ടും അയാൾ അതിൽ നിന്ന് മാറിയില്ല. ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു ശമ്പളം കിട്ടുന്ന ഒരു കമ്പനിയാണ്. പിന്നെ എന്താ പ്രത്യേകത എന്നുണ്ടെങ്കിൽ, ഈ പണം കയ്യിൽ കൂടുമ്പോൾ നമുക്ക് പലതും ചെയ്യുവാനും അതുപോലെ ജീവിക്കാനും ആർഭാടമായി ജീവിക്കാനൊക്കെ തോന്നിക്കും. അത് മനുഷ്യൻ്റെ ഒരു മനുഷ്യ സഹജമാണത്. കുറെ കടെടുത്തു, കുറെ കടം പേടിച്ചു, കുറെ കോടികൾ ആസ്തി, അല്ലെങ്കിൽ കുറെ അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അതിരില്ല. ബുദ്ധനും യേശുവും ഒക്കെ പറയണ പോലെ ഒരു ആഗ്രഹം, ബുദ്ധൻ പറഞ്ഞ പോലെ ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും കാരണം. പക്ഷെ അത് വിചാരിച്ചിട്ട് ആഗ്രഹിക്കാതിരുന്നാലും പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഈ മദ്യപാനം എന്നുള്ളത്, ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് എന്നെ അഭിമാനമാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് ഞാൻ നോക്കാറില്ല. കാരണം ഞാനെന്ന വ്യക്തി ഒരുപാട് വിഷയങ്ങളിൽ കൂടെ, മരണങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ളൊരാളാണ്. പക്ഷെ ഇവിടെയൊന്നും മദ്യം ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നിച്ചിട്ടില്ല. നമുക്ക് ഒരു കുട്ടി ഉണ്ടായാൽ സന്തോഷിക്കാം, അതിന് മദ്യപിക്കാം. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, പനി വന്നു, ഫീലിങ്സായി, വേണമെങ്കിൽ മദ്യപിക്കാം. കല്യാണത്തിൻ്റെ തലേദിവസം മദ്യപിക്കാം. മരണം നടന്നാൽ മദ്യപിക്കാം. നമുക്ക് ഒരുപാട് സന്തോഷത്തിനും സങ്കടത്തിനും ഒക്കെ നമുക്ക് മദ്യപിക്കാം. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴും മദ്യപിക്കാം. മണിയൊക്കെ പല വീഡിയോസിലും പറഞ്ഞ പോലെ ഞാൻ വേലായുധേട്ടനെ കാണുമ്പോൾ മാത്രമാണ് മദ്യപിക്കാറുള്ളൂ. പക്ഷെ എന്താ ചെയ്യുക, എന്നും കാണും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹവും എൻ്റെ കൂട്ടുകാരൻ കൂടിയായിരുന്നു. ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും മദ്യപിച്ചില്ലെങ്കിലും മരണപ്പെടാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മദ്യപിച്ചിട്ട് തന്നെ നമുക്ക് സമൂഹം നമ്മളെ വില വയ്ക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്.
സമൂഹത്തിൻ്റെ വില നോക്കി ഞാൻ നടക്കാറുമില്ല. കാരണം സമൂഹത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. പല വലിയ വലിയ ആൾക്കാരും എനിക്ക് തോന്നിച്ചത് അവരൊക്കെ ഒറ്റയ്ക്ക് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ ആയിരുന്നുകൊണ്ട്. അല്ലാണ്ട് ഒരു സമൂഹമൊന്നും ഒരു വ്യക്തിയെ വാർത്തെടുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. ഞാനാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കാറുമില്ല. കാരണം സമയമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവന് വേറെന്തൊക്കെയോ ജോലി എന്ന് ചോദിക്കും. എനിക്ക് എൻ്റേതായിട്ടുള്ള ജോലിയുണ്ട്. പലരും പറയാനുള്ള പോലെ നിനക്ക് നിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ എന്ന് ചോദിക്കും. എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നോക്കി നടക്കണം. അപ്പം ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ, ഗംഭീരമായിട്ട് പറയാൻ കാരണം മരണം, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, അത് സുനിശ്ചിതമാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ മദ്യം കഴിച്ചിട്ടും മറ്റുള്ളവണൊക്കെ അത് നമ്മൾ എരന്നു പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നിർത്തിയത്. അപ്പം അതെൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണത്. മദ്യം എങ്ങനെ നിർത്തിയിട്ടുള്ള ഒരാൾ നടക്കണു ഭൂമിയിൽ, അഡാട്ട്, സോളമൻ അഡാട്ട്. ഞാൻ പലപ്പോഴും പെണ്ണുങ്ങൾ കാണാൻ പോകുമ്പോൾ അവർ ഇവിടെ വന്ന് അന്വേഷിക്കും. ഞാൻ വിവാഹിതനായിട്ടില്ല. ഒരുപാട് പെണ്ണുങ്ങളെ കാണാൻ പോയി നമ്മൾ. ലേഡി ഒരു തുണ, ദൈവം തന്നെ പറയണ പോലെ മനുഷ്യൻ ഏകനായിരിക്കും നന്നതല്ല എന്ന് തോന്നിച്ചത് കൊണ്ട് ആളൊരു ഇണയെ സൃഷ്ടിച്ചു എന്ന് പ്രത്യേകം പറയണ്ടേ. കാരണം അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒന്ന് സംസാരിക്കാൻ, ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ, അല്ലെങ്കിൽ ഗെയിം നടത്താൻ, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറാൻ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിനായിട്ടും വലിയ ഇതൊരെണ്ണം വരാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞു. അത്ര സ്പീഡിലാണ്, 5Gയിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ 10Gയിലൊക്കെയാണ് ആളുകളുടെ മെമ്മറി വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും പല സ്ഥലത്ത് പോകുമ്പോഴും ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ചേട്ടനെന്തെങ്ങനെ ലാഗ് ചെയ്തിട്ട് സംസാരിക്കണമെന്ന് ചോദിക്കും. തുപ്പുണ്ട് കേട്ടോ, സോറി. പറഞ്ഞു വന്ന വിഷയം മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു മദ്യപാനം നിർത്തുവാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ എല്ലാ മേഖലയിലും മദ്യപാനം എന്നുള്ളതൊക്കെ മാറി വേറെ പല വിഷയങ്ങളേക്കും കടന്നു കൊണ്ടിരിക്കുകയാണ്. സ്റ്റാമ്പ്, മിഠായി മുതലായ ഒരുപാട്, അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പിശാച് എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യർ തന്നെ ആയിരിക്കാം. പിശാച് വേറെ പ്രത്യേകിച്ച് വന്നിട്ട് ആളിപ്പോൾ ഈ ഡ്രഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡ്രഗ്സ് കൊടുക്കാനോ നിൽക്കില്ല. അദൃശ്യമായിട്ട് വന്നിട്ട് പിശാച് മദ്യപാനം നടത്തുമെന്നൊന്നും പറയണം ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ വ്യക്തികൾ തന്നെ പലപ്പോൾ അതായി മാറണം. വ്യക്തികൾക്ക് വേണമെങ്കിൽ പിശാചായിട്ട് മാറാം. നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൂസിഫർ അവരുടെയൊക്കെ കഥകൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുറിച്ച് പഠിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എൻ്റെ ഇപ്പോൾ ഗുരുവായിരുന്നു ജെയിംസ് ഏട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആളൊന്ന് മരണപ്പെട്ടു. ആളാണ് ഈ മനുഷ്യസ്നേഹി കൂട്ടായ്മ തുടങ്ങി വെച്ചത്. ജെയിംസ് ഏട്ടൻ എന്നൊരു വ്യക്തിയാണ്. മനുഷ്യസ്നേഹി കൂട്ടായ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഈ മനുഷ്യസ്നേഹി എന്നിട്ടുള്ള ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ മറ്റുള്ളവരൊന്നും മനുഷ്യന്മാരെ സ്നേഹിക്കാത്തവരാണോ? അപ്പോൾ ആൾ പറഞ്ഞു, അതല്ല, നമ്മൾ തെരുവിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സ്നേഹിക്കുക, ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുക,
അവർക്കൊരു അത്താണിയാവുക. അതൊക്കെയാണ് നമ്മളുടെ. പിന്നീടത് പടർന്ന് പന്തലിച്ചാണ് ഇന്ന് പുനർജീവൻ എന്ന ഒരു മഹത്തായ ആശയം. എൻ്റെ ബ്രദർ അല്ലെങ്കിൽ ഒരു സഹോദരൻ അതിന് മാത്യു ചുങ്കത്ത് ഇപ്പോൾ ആ ഒരു പ്രസ്ഥാനവും അതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഇന്നലെ വലിയൊരു അവാർഡൊക്കെ കിട്ടി. കാസിനോ ഹോട്ടലിലായിരുന്നു ഇന്നലെയോ മിനിഞ്ഞാന്നോ. അപ്പം എന്താ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരെയും നമ്മൾ പറയുന്നില്ല. എൻ്റെ ഒരു ടോക്ക് കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഇപ്പം നമ്മൾ പ്രാഞ്ചേട്ടൻ സിനിമയിൽ പറയണ പോലെ ഏതെങ്കിലും ഒരു ആത്മാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കാനും സുഖമുണ്ടോ? സ്വർഗത്തിൽ പോകുമെന്നുള്ളത് മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കാനും സുഖം തന്നെയാണ്. ഒരാത്മാവ്, അതേതോ ഒരു ഫ്രാൻസിസ് പുണ്യാളൻ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, നീ കാണുന്നതാണോ പറഞ്ഞിട്ടുള്ള, നിങ്ങളൊക്കെ കാണുന്ന ആ ഒരു സിനിമ കണ്ടിട്ടുള്ള സിനിമ തന്നെയാണ് എനിക്ക് പലപ്പോഴും കാണാൻ തോന്നിച്ചൊരു സിനിമയാണ്. ഞാൻ ആ സിനിമ ലാസ്റ്റ് സമയത്ത് ഇറങ്ങിപ്പോന്നു. പിന്നീട് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് പ്രത്യേക ഒരു ട്വിസ്റ്റായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായി. അത് അന്ന് കണ്ടു എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായെന്ന് തോന്നുന്നു. ചില സിനിമകളൊക്കെ എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ മുന്നേ മനസ്സിലായി കഴിഞ്ഞാൽ എണീറ്റ് പോരാറുണ്ട്. ഇപ്പം സിനിമ കാണൽ കുറച്ച് കുറവാണ്. ഇതിൻ്റെ പ്രമോയും മറ്റുള്ളതൊക്കെ അല്ലെങ്കിൽ കാണുമ്പോൾ എന്തോ ഈ വടിവാളെടുത്ത് വെട്ടുക, ചോര ചിന്തുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ന്യൂ ജനറേഷന് ഇഷ്ടമല്ല എന്നല്ല, ഞാൻ ന്യൂ ജനറേഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്തിനും. ഇപ്പം എൻ്റെ ഇപ്പോൾ പുനർജീവിൽ തന്നെ ഞങ്ങൾ ന്യൂ ജനറേഷൻ ടീം തന്നെ ഉണ്ട്, ഒരു വലിയ ടീം, ഒരു 10-15 പേരോളം എന്തിനും തയ്യാറായിട്ടുള്ള റെസ്ക്യൂ ടീം എന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് വിഷയത്തിനും അവർ കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഒരുപാട് പേരുണ്ട് അവിടെ, പല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇന്നവർ പല രീതിയിൽ ഇതൊക്കെ നിർത്തിയിട്ട് അവർ നല്ല ജീവിതം നയിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇപ്പോൾ പലരും എനിക്ക് തോന്നുന്നതിന് ഞാൻ കുടി നിർത്താൻ വേണ്ടി പല സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രദർ ജോഷി, അവർ വീട്ടുകാർ, അതിനുവേണ്ടി അവർ നമ്മൾ ഈ സ്മരിക്കുകയാണ് ഈ സമയത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ടും കൂട്ടാക്കിയിട്ടില്ല. പിന്നെയും ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു. ആൾ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ ചൂണ്ടുപലകൾ പല സ്ഥലത്തും നമുക്ക് തരും, ഇത് കഴിക്കരുത്. ഞാൻ കമ്പനിയിൽ തന്നെ ഇതിനെതിരെ പറയുന്ന ഒരാളാണ്. കമ്പനി പറയാം, എൻ്റെ പേർക്ക് തന്നെ ഒരു മദ്യം ഇറക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരു പേഴ്സണൽ ഓഫീസർ, പ്ലാന്റ് എഞ്ചിനീയർ ഉദയകുമാർ സർ, എൻ്റെ വേണ്ടപ്പെട്ട ആളാണ്. സാളമൻ എന്നാണ് വിളിക്കുക. സാളമൻ്റെ പേർക്ക് ഒരു SOP ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. സാളമൻ്റെ സ്പെല്ലിങ് പറയാൻ പറഞ്ഞു ആൾ. അങ്ങനെ എൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തിട്ടാണ് ദ കിങ് സോളമൻ എന്ന VSOP ബ്രാൻഡ് അവിടെ ഇറങ്ങുന്നത്. ഇത് പറയുമ്പോൾ വിചാരിക്കും ഭയങ്കര തള്ളാട്ടാന്ന് പറയും. ആ തള്ള് കേൾക്കാനും അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാനും ഒരു ചെറിയ തള്ളിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. എല്ലാം മദ്യത്തിൻ്റെ കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആൽക്കഹോൾ ഇൻജൂറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞുകൊണ്ട് എല്ലാവരും കുടി നിർത്തിയിട്ടല്ല, പക്ഷെ ഞാൻ അങ്ങനെ നിർത്തി എന്ന് പറയാൻ എനിക്ക് സാധിച്ചു. ഇവിടെ നിൽക്കാൻ നിങ്ങളോട് 2 വാക്ക്, ഇതിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ടോക്ക് വന്നിട്ടുള്ളത്. നിങ്ങളോട് 2 വാക്ക് പറയുവാൻ. സൂര്യൻ നന്നായിട്ട് ഉദിച്ചു, താങ്ക് യു. നിങ്ങളോട് 2 വാക്ക് പറയുവാൻ എനിക്ക് സാധിച്ചു. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. സൂര്യൻ എൻ്റെ കണ്ണി കൂടെ നിങ്ങൾ കണ്ടാവും സൂര്യനെ, ഇല്ലേ? ഈ സൂര്യോദയം, ഓരോ സുപ്രഭാതവും പുതിയതാണ്. ഓരോ സുപ്രഭാതവും പുതിയതാണ്.
നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമാണ് ആ സുപ്രഭാതം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോരുത്തർക്കും എൻ്റെ ഓണാശംസകൾ. ഈ ഓണം വരാൻ പോവുകയാണ്. ഇനി ഇവിടെ ഞങ്ങളുടെ എൻജോയ്മെൻറ്റിൻ്റെ കാലമാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക. ഞാനിവിടേക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. താങ്ക് യു.